നമുക്കൊരു ആക്ടറോട് സംസാരിക്കുമ്പോൾ ഈ ആക്ടറുടെ ഒരു കരിയർ നോക്കി കഴിയുമ്പോൾ അയാളുടെ ഒരു സക്സസ് റേറ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ ചെയ്ത സിനിമകൾ ഓടിയില്ലയോ, അതാണ് അതിൻ്റെ സക്സസ് റേറ്റിന് ഒരു ഫോർമുല. ഇപ്പോൾ ഒരു യൂട്യൂബർ, ഇപ്പോൾ ആക്ടറായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് നമുക്ക് പറയാം. യൂട്യൂബറായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു യൂട്യൂബറിൻ്റെ ഒരു സക്സസ് റേറ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം അയാളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അയാൾക്ക് ചില കണ്ടന്റിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഇപ്പോൾ നമുക്കൊരു 1 മില്യൺ വ്യൂ കിട്ടുന്ന ഒരു സാധനം നമ്മൾ പറയും അയ്യോ ഭയങ്കര വ്യൂ ആണെന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ റവന്യൂ ചിലപ്പോൾ 5 ലക്ഷം കിട്ടിയതിനേക്കാൾ കുറവായിരിക്കും, റിട്ടൻഷൻ കുറവായിരിക്കും. ഈ ഒരു യൂട്യൂബറുടെ ഒരു സക്സസ് റേറ്റ് അതെങ്ങനെയാണ് ഇത് വാല്യൂ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് വ്യൂസ് പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ പെയ്ഡ് വ്യൂസ് ആക്കാം, നമുക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ജനങ്ങൾ എത്രത്തോളം നമ്മളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം, അവർ അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് റിലേറ്റബിൾ ആവാവുന്ന കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതെത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ്. ഇപ്പോഴും ആളുകൾക്കിടയിൽ നമ്മളെപ്പറ്റി, നമ്മുടെ പുതിയ വീഡിയോസിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം കാർത്തികനെ സംബന്ധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങി ഇന്ന് ഇത്രയും ഇപ്പം സിനിമ വരെ എത്തി നിൽക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് കരിയർ എന്ന് നമുക്ക് പറയാം. നമുക്ക് അങ്ങനെ പറയാം. യൂട്യൂബ് കൊണ്ട് എന്താണ് അന്നത്തെ സ്റ്റേജിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ, ജീവിതത്തിലൊക്കെ പേഴ്സണലിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവുന്നു, എനിക്ക് വരുമാനം വന്നു തുടങ്ങുന്നു, അത് എന്നെ അഹങ്കാരിയാക്കുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം കാണിക്കാതിരിക്കുക, അത് വരാതിരിക്കാൻ കോൺഷ്യസ് ആണോ ശരിക്കും പറഞ്ഞാൽ? സ്വാഭാവികമായിട്ടും കയ്യിൽ പെട്ടെന്നൊരു നമ്മളൊരു സംഭവം ചെയ്യുന്നു, നമുക്ക് അത്രയും റീച്ച് വരുന്നു, നമ്മൾക്ക് അതിൽ നിന്ന് ഇൻകം വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറുന്നു. സ്വാഭാവികമായിട്ട് ഒരു സെൽഫ് മെയ്ഡ് മാൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു പ്രൗഡ് ഫീൽ എന്ന് പറയാം. നമ്മളുടെ പ്രൗഡ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അഹങ്കാരമായിരിക്കാം. അത് റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്രതീക്ഷിതമായ ചില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ അത് നമ്മളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ഹൈപ്പായാലും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു ഇതാണെങ്കിലും, അതൊക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അഹങ്കാരമൊന്നും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് പ്രേക്ഷകർ അവരുടെ കാഴ്ചപ്പാടാണ്, ഒരാളുടെ കാഴ്ചപ്പാടാണ്. അതിപ്പോൾ നമ്മൾ ഒരാളെ നോക്കി ഭയങ്കരമായി ചിരിച്ച് സംസാരിച്ചാലും മിണ്ടിയില്ലേലും പറയാനുള്ളത് അത് വരിക തന്നെയും. അപ്പോൾ അതിനകത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ചില ഹൈപ്പുകളും അല്ലെങ്കിൽ ചില താഴ്ചകൾ വരുമ്പോഴായാലും പലതും ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ആ സിറ്റുവേഷനിലൂടെ പഠിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു വലിയൊരു ഹൈപ്പ് വരുന്നു, അത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഷോർട്ട് ഫിലിം ഇട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഡൗൺ വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പം കരിയറിലാണെന്നുണ്ടെങ്കിൽ, ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നേർരേഖയിൽ പോകുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഗ്രാഫോ നേർരേഖയിൽ പോകുന്ന ഗ്രാഫോ, അതിൽ നിന്നൊരു ഡൗൺ വരുന്നു, അതെങ്ങനെ ഓവർകം ചെയ്യും? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങ് ഒരു വലിയ ഹൈപ്പിൽ പോയിട്ട് വല്ലാതെ താഴെ പോയ ആൾ തന്നെയാണ് ഞാൻ. എന്നെ നോക്കി കാണുകയാണെങ്കിൽ ഞാൻ വല്ലാതെ താഴെ പോയൊരു വ്യക്തി തന്നെയാണ്. കാരണം ഒരു ഓപ്പണായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ കൂടുതലും ആളുകളിലേക്ക് കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് എത്തിയത്. അങ്ങനെ ആ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബൊക്കെ വിട്ടിട്ട് മറ്റൊരു കാര്യത്തിനായിട്ട്, മറ്റൊരു സിനിമ കാര്യത്തിനായിട്ട് ഞാൻ പോയത്. അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഞാൻ യൂട്യൂബിനെ ടോട്ടലി വിട്ടിട്ടാണ് പോയത്. അതും ചെറിയ ഇതിൽ നിൽക്കുമ്പോഴല്ല, നല്ല ഇതിൽ നിൽക്കുമ്പോൾ അതിൽ ഒരുപാട് ഓഡിയൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എല്ലാം വിട്ടിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പോയ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ടുവേർഡ്സ് എൻഡായപ്പോൾ സംഭവിച്ചിട്ട് നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മൊത്ത സ്ഥിതിഗതികൾ മാറിയിരുന്നു. ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഓൺലൈൻ മീഡിയയിൽ എല്ലാം വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് പഴയ ഒരു ഇതിലേക്ക് എത്താനായിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി പണിയെടുക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് തിരിച്ചു വരാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ തന്നെ ഒന്നുകൂടെ പണ്ടത്തേനേക്കാൾ എഫേർട്ട് ഇട്ട് നിന്നു, കുറച്ചുകൂടി കാര്യങ്ങളിലേക്കൊന്ന് ഇൻവോൾവ് ആയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സിനിമ അടക്കം നമ്മളിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നത്. ജീവിതത്തിലൊരു ഡൗൺ വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? കരിയറിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മതി, ലൈഫിലൊരു ഡൗൺ വരുമ്പോഴോ? ലൈഫിലെ ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതിലാണ് ഡൗൺ. ഇപ്പോൾ താങ്കളോട് ഇപ്പോൾ പേഴ്സണലി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഡൗൺഫാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഫിനാൻഷ്യലി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ വിട്ടുപോകുന്നതായിരിക്കാം. അപ്പം ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ ഡൗൺഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെ ഡൗൺഫാൾ അല്ലെങ്കിൽ ലൈഫിലെ തകർച്ചകൾ ഞാൻ വിശ്വസിക്കുന്ന നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനൊരു ഉത്തരവെന്ന് പറയാനില്ല. അത് എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഇഷ്യൂ, അത് പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ഭാഗത്തെ ന്യായത്തെ പറ്റി സംസാരിക്കും. നമ്മൾ തന്നെയായിരിക്കും ന്യായമുള്ള ആൾ. പക്ഷെ അത് മാറ്റി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ കൂടെ ആളുകൾ കുറച്ചെങ്കിലും നിൽക്കാൻ തുടങ്ങിയത്. കാരണം അനാവശ്യമായ കുറച്ച് പിടിവാശികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നമ്മൾ. അപ്പം നമ്മളിൽ നിന്നും ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളതൊക്കെ നമ്മുടെ കൂടെ കുറച്ച് കുഴപ്പം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മൊമെൻ്റ് തൊട്ടാണ് കുറച്ചെങ്കിലും ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ട് പോകുന്നത്. ഈ തെറ്റ് നമ്മളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് ആ റിയലൈസേഷൻ വരാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സെയിം ഇൻസിഡൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒരേ ഇൻസിഡൻറ്റുകൾ പല ആളുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു പോകും. ഒരേ കാരണം കൊണ്ട് പല ആളുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ഇവരെല്ലാം പോകുമ്പോൾ പറയുന്നത് കാരണങ്ങൾ സെയിമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് കുറച്ച് റിപ്പീറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് അത് പ്രശ്നം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ അത് റിയലൈസ് ചെയ്തത്. ഈ ഇപ്പം റിയലൈസേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഈ നമ്മൾ കുമ്പസാരിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു വേർഡ് കറക്റ്റാണെന്ന് അറിയില്ല. നമ്മളിൽ നിന്ന് വിട്ടുപോയ ആളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക, എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, നീ ആയിരുന്നു ശരി എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം ഏത് പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ എന്തിലും ആയിക്കൊള്ളട്ടെ, പിരിഞ്ഞു പോയ ഒരാളുടെ അടുത്ത് അത് പോയി ഏറ്റുപറയുക, ഇത് അന്ന് എൻ്റെ തെറ്റായിരുന്നു, ഞാൻ റിയലൈസ് ചെയ്യുന്നു എന്ന്, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടില്ലേ ഇപ്പോൾ പിരിഞ്ഞു പോയവരെ? ലൈഫിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിട്ടുപോയതിൽ വിഷമിക്കുന്ന ഒരാളുണ്ട്. അതിൽ ഇപ്പോൾ ചോദിച്ച പോലെ ഞാൻ തിരിച്ച് അവിടെ ചെന്ന് അപ്പോളജി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്. അത് പല ആൾക്കാരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലരുടെ മൈൻഡിൽ ചിലരൊരു ഡിസിഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറണമെന്നില്ല. അത് നമ്മൾ അപ്പോളജി പറഞ്ഞാലോ അല്ലെങ്കിൽ കാല് പിടിച്ചാലോ ക്ഷമിച്ചാലോ ചിലർ ഒരു ഡിസിഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസിഷനിൽ നിന്ന് അത് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസം നമ്മൾ പോയി ക്ഷമ പറഞ്ഞു എന്നൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിരിഞ്ഞു പോയൊരു പ്രണയം തിരിച്ച് വരാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? തിരിച്ച് വരാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അത് വീണ്ടും എൻ്റെ കൂടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ ഈ മിസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കൂടൊപ്പം ഇപ്പം ആളില്ല, പക്ഷേ വേണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഈ മിസ്സിങ് എന്ന് പറയും. പക്ഷേ ആ ആളിപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആളുടെ സക്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ലൈഫിൽ സക്സസ് ആവുന്നത്, സന്തോഷിക്കുന്നത്, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ ലൈഫിലേക്ക്, എസ്പെഷ്യലി അയാൾ എൻ്റെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ലൈഫിൽ എന്ത് സംഭവിച്ചാലും, അയാൾക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും, ഒരു പക്ഷേ ഇനിയിപ്പോൾ ഫിസിക്കലി അയാൾ നാളെ ബെഡ് റിഡനായിട്ട് കിടന്നാലോ അല്ലെങ്കിൽ തളർന്നു പോയാലോ എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും. ഈ ലൈഫ് ഞാൻ ജീവിച്ച് തീർക്കാൻ പോകുന്ന അയാളുടെ കൂടാണ് എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും നമ്മൾ ലൈഫിലേക്ക് വിളിക്കുക. പക്ഷേ എനിക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് പോയ ഒരു സമയത്ത് എനിക്ക് പിന്നീട് അത് മനസ്സിലായൊരു കാര്യം, നേരെ തിരിച്ച് എൻ്റെ ലൈഫിലാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിൽ അയാൾ എൻ്റെ കൂടെ ഉണ്ടായേക്കില്ല. എനിക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായൊരു പോയിന്റ് ഉണ്ട്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം അയാൾ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു ലൈഫൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതല്ല, ഞാൻ വിചാരിച്ച പോലുള്ള ലൈഫ് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അയാൾ എന്നെ വിട്ടിട്ട് പോയേനെ. പക്ഷേ ഞാൻ അയാളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അതാണ് എൻ്റെ സ്നേഹം. ഇപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ സ്വപ്നം എൻ്റെ സ്വപ്നമാണ്. വെൻ ബ്രേക്കപ്പ് പറഞ്ഞാൽ നാളെ തൊട്ട് നീ ആരോ, നിൻ്റെ സ്വപ്നം എനിക്കൊന്നുമല്ല എന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല. അത് എത്രത്തോളം അതൊരു ഇമോഷണൽ ബിസിനസ് ആയി പോകും. അപ്പോൾ അതിന് അയാൾ എത്ര ദൂരെ പോയാലും അയാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അയാളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. അയാളുടെ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങളാണ് ഇപ്പോഴും. സോ അയാളുടെ സക്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അയാൾ എൻ്റെ ലൈഫിൽ ഇനി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് അദ്ദേഹത്തിൻ്റെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ നന്മ ഉള്ള ഒരു മനസ്സ് അവിടുന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്? അറിയില്ല. കാരണം
അല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ പുറകെ നടന്നും അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്ത് നമ്മൾ പോയിട്ടും അത് മനസ്സിലാക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിലേ അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല.